ചോറ്റാനിക്കരയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവതി ഗുരുതരാവസ്ഥയിൽ. 19-കാരിയെ ഞായറാഴ്ച ആണ് അർദ്ധനഗ്നിയായി ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കയർ മുറുകി പരുക്കേറ്റ നിലയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ജിജീഷ് കർണാനൊപ്പം ചേരുന്നു. ജിജീഷ്, ആദ്യം ഈ സംഭവത്തെക്കുറിച്ച് പറയാം, എന്നിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് വരാം. കൃഷ്ണരാജ്, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. കുട്ടിയുടെ ബന്ധുക്കൾ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു, വീട്ടുകാർ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ബന്ധു തിരിച്ചു വന്ന ബന്ധുവാണ് പെൺകുട്ടിയെ അവശ നിലയിൽ, 19-കാരിയായ പെൺകുട്ടിയെ കഴുത്തിൽ കയർ മുറുകിയ നിലയിലും ഒപ്പം തന്നെ കയ്യിൽ മുറിവുകളുണ്ട്, ഉറുമ്പരിച്ച നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, കാരണം അവിടെ അതിനു മുമ്പ് വന്നുപോയ ഒരാളെ കേന്ദ്രീകരിച്ചു കൂടിയുള്ള അന്വേഷണം വിശദമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അത് തലയോലപ്പറമ്പ് സ്വദേശിയായ ഒരു ആളവിടെ വന്നു പോയിരുന്നു ആ വീട്ടിൽ. ഇതുമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം, പീഡനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ സംബന്ധിക്കുന്ന വിവരങ്ങളോ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി തിരിച്ചറിയൽ വെളിപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങളോ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ പോലീസ് അധികൃതർ തയ്യാറല്ല. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും കൃത്യമായ വിവരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ്, നേരത്തെ പെൺകുട്ടി ഒരു അതിജീവിത കൂടിയാണ്, പോക്സോ പരാതി നൽകിയ ഒരു കുട്ടിയാണ്. ആ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം ഇത്തരത്തിൽ പെൺകുട്ടിയെ ആക്രമിക്കുന്നതിന് കാരണമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചതാണോ എന്നെല്ലാമുള്ള സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒപ്പം തന്നെയാണ് വീട്ടിൽ വന്നു പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് കൂടിയുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതീവ ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ ഗൗരവമായി കണ്ടു തന്നെയാണ് അന്വേഷണം നടത്തുന്നത് എന്ന കാര്യം പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിലാണ് പെൺകുട്ടി ഇപ്പോഴും ഉള്ളത് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുക, എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദമായ മൊഴിയെടുക്കാൻ പോലീസിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല. കുട്ടിയുടെ ആരോഗ്യ നില കൂടുതൽ മെച്ചപ്പെടുന്നത് അനുസരിച്ചായിരിക്കും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുക. അത്തരത്തിൽ മൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി ആയിരിക്കും എന്താണ് സംഭവിച്ചത്, ഞായറാഴ്ച അവിടെ എന്താണ് സംഭവിച്ചത് പെൺകുട്ടിക്ക് എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളൂ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴുത്തിൽ കയറിട്ട് മുറുക്കിയതാണോ, കയ്യിൽ മുറിവേൽപ്പിച്ചതാണോ എന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. കയ്യിൽ ഉറുമ്പരിച്ചെന്നില്ല, മുറിവിൽ ഉറുമ്പരിച്ചു തുടങ്ങിയ സ്ഥിതിയിലായിരുന്നു. അങ്ങനെയെങ്കിൽ ഏറെ നേരമായി അത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടി വരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലെക്കുറിച്ചും ഒരു വിശദമായ പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും തന്നെയാണ് പോകുന്നത്. എന്തു തന്നെയായാലും വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ചോറ്റാനിക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുത്തൻകുരിശ് പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനും മറ്റ് ശാസ്ത്രീയ പരിശോധനകൾ ആ പ്രദേശത്തടക്കം നടത്തിക്കൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കടക്കുന്നത്. കൃഷ്ണരാജ്, കഴുത്തിൽ കയർ മുറുക്കി പരുക്കേറ്റ നിലയിലാണ്, അർദ്ധനഗ്നയാണ്. വലിയ അവസ്ഥ. എന്തൊരു അവസ്ഥയിലായിരിക്കും കുട്ടിയെ നമുക്ക് ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അതിജീവിത കൂടിയാണ്, നേരത്തെ ഒരു പോക്സോ കേസിൽ അതിജീവിത കൂടിയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടുതൽ അന്വേഷണം തീർച്ചയായും വേണ്ട. പക്ഷേ കുട്ടി വെന്റിലേറ്ററിലാണ്, അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാൻ കഴിയുന്നില്ല എന്നത് പോലീസിനെ വലയ്ക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കർണാകരൻ.